ഹലോ, ഗുഡ് മോർണിംഗ്. ഈ ഗ്രൂപ്പിൽ പുതുതായി ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്വാഗതം. 8 മണിക്ക് നമ്മുടെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും. ട്രെയിനിങ് സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ അപ്പോൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഹലോ, നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും സ്വാഗതം ചെയ്യുന്നു. ഗ്രൂപ്പ് ഓപ്പൺ ആക്കുന്നുണ്ട്. കഴിവതും വോയിസ് മെസ്സേജിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുക. വരുന്ന 1 മണിക്കൂർ ഗ്രൂപ്പ് ഓപ്പൺ ആയിരിക്കും. ഗുഡ് മോർണിംഗ് റജിൽ. പിച്ച് പെർഫെക്ഷൻ ചെയ്യുന്നതിനുള്ള 2 ആപ്പുകൾ വർക്കാകാത്തത് നിങ്ങളുടെ ഫോണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഫോൺ സപ്പോർട്ട് ചെയ്യുന്ന തേർഡ് ഒരു ആപ്ലിക്കേഷനുണ്ട്. അത് ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമ്മുടെ ഓഫീസ് ടൈം 10 to 5 ആണ്. ആ സമയത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി തരുന്നതായിരിക്കും. അങ്ങനെ ഒരു പ്രോബ്ലം അല്ല, ഈ പറഞ്ഞതൊരു പ്രോബ്ലം അല്ല. അത് നിങ്ങളുടെ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഉണ്ടാകുന്ന വ്യത്യാസമാണ്. അതിനെല്ലാം തീർച്ചയായിട്ടും സപ്പോർട്ട് കിട്ടും, അതിന് സൊല്യൂഷനും ഉണ്ട്. ദയവായിട്ടൊരു റിക്വസ്റ്റ്, ചോദ്യം ചോദിക്കുന്നവർ നിങ്ങളുടെ വോയിസ് മെസ്സേജ് തന്നെ ഉപയോഗിക്കുക. ദയവായി ടൈപ്പിംഗ് ഒഴിവാക്കുക. ചോദ്യങ്ങൾ വോയിസ് മെസ്സേജിൽ അയക്കും. സാർ, എനിക്ക് പ്രോബ്ലം എന്താ വെച്ചാൽ ഈ പിന്നെ സംസാരിക്കുമ്പോഴേ അതിൻ്റെ പാടുന്ന വ്യത്യാസം അറിയാൻ പറ്റുന്നില്ല. അത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ ആ സൗണ്ട് വ്യത്യാസം വളരെ കൃത്യമായിട്ട് കിട്ടുന്നില്ല. പിന്നെ എൻ്റെ സൗണ്ടിന് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പ്രോബ്ലംസ് കുറച്ച് ഒരു 5-6 കൊല്ലമായിട്ട് ഉണ്ട്. സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല, ഇപ്പോഴാണ് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉണ്ട്. പിന്നെ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ വോയിസ് റെസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ക്യാഷ് നമ്മൾ അടയ്ക്കുന്നത് മുതലല്ലേ നമുക്ക് ക്ലാസ് തുടർന്ന് കിട്ടുക? ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ ട്രെയിനിങ് 1 month ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തു. എനിക്ക് തോന്നുന്നു 1-2 ലെസൺ ആയിട്ടുള്ളൂ അല്ലേ? ഒരു 3 ലെസൺ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 5ാമത്തെ ലെസൺ മുതൽ വാമപ്പ് എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റെഗുലറായിട്ട് തന്നെ അത് ചെയ്തു പോവുക. തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ളതിൽ നിന്നും ഒരു കോൺഫിഡൻസ് ശബ്ദത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. ഹലോ സാറേ, ഗുഡ് മോർണിംഗ്. ഐ എം ശെൽവരാജ് ഫ്രം ചേർത്തല. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ, അദ്ദേഹം കേരള ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. അദ്ദേഹത്തെ കൂടെ നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. അദ്ദേഹത്തിന് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിലൂടെ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ട ആ ഒരു ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയോ, അതോ നമ്മുടെ ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പ് ഷെയർ ചെയ്ത് കൊടുക്കണം? അതിനെക്കുറിച്ച് 1 month ട്രെയിനിങ്ങിനെ കുറിച്ചാണോ ചോദിച്ചത്? അതെ, അത് ആ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ 1 month പർച്ചേസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ 1 hour ക്ലാസ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നല്ല, അതുപോലെ തന്നെ 1 month പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കോഴ്സ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ ആഡായിട്ടുണ്ടാകും. ഓക്കെ സാർ, എൻ്റെ വോയിസിൻ്റെ പ്രോബ്ലം പറഞ്ഞാൽ ഞാനിപ്പോൾ പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ വോയിസ് ഒരു സ്ക്രാച്ച്, അത് ശബ്ദം ക്ലിയർ ആവണില്ല. അങ്ങനെ ഒരു സ്ക്രാച്ച് വീഴുക, അതുപോലെ തന്നെ തൊണ്ട ഒരു വിറയൽ വരിക, തൊണ്ടയ്ക്ക് മേലേക്ക് ഇരിക്കുന്ന ആ ഒരു പോർഷനൊക്കെ വരുമ്പോൾ എനിക്ക് വോയിസ് അടഞ്ഞു പോകുന്നുണ്ട്, നല്ല അടഞ്ഞു പോകുന്നുണ്ട്, മേലേക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഒരു വിറയൽ വരുന്നുണ്ട് ശബ്ദത്തിന്. ഞാൻ ഫസ്റ്റ് ഒരു ശ്രുതിയിൽ എനിക്ക് തുടർന്ന് അത് പാടാൻ സാധിക്കുന്നില്ല. ശ്രുതിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ആയി പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. സ്ക്രാച്ച് ഉണ്ടാകുന്നത് ശരിക്കും ശബ്ദത്തെ സംരക്ഷിക്കാത്തത് കൊണ്ടാണ്, അതിന് ആവശ്യമായിട്ടുള്ള കെയർ കൊടുക്കാത്തത് കൊണ്ടാണ്. അത് ഹൈജീനായിട്ട് ത്രോട്ട് സൂക്ഷിക്കുക, ശബ്ദം ശുദ്ധിയാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും അതിന് വേണ്ടുന്ന കെയർ കൊടുക്കുമ്പോൾ വോക്കൽ സ്ക്രാച്ചസ് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. മറ്റൊരു കാര്യം, ഈ ഹൈ പിച്ചിൽ പാടുമ്പോൾ പിച്ചൊക്കെ സ്ലിപ്പായി പോകുന്നത് പാടാനായിട്ടുള്ള ഒരു ത്രോട്ടിലെ മസിൽസ് ഒക്കെ ഇല്ലേ, അതിന് ആവശ്യമായിട്ടുള്ള സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുമ്പോൾ, എക്സസൈസുകളിലൂടെയൊക്കെ ആ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വോയിസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ 1 hour ക്ലാസ് കണ്ടിരുന്നോ? അത് കംപ്ലീറ്റ് ചെയ്തോ? യെസ് സർ, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് അടഞ്ഞു പോകുന്ന ഒരു ഇതിൽ എനിക്കിപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കീർത്തനങ്ങളൊക്കെ എത്തി തുടങ്ങി.
അപ്പോൾ എൻ്റെ വോയിസ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ പ്രോബ്ലം. അത് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ വോയിസ് അടഞ്ഞു പോകുന്നുണ്ട്. അടഞ്ഞു പോകുന്ന ഒരു രീതിയിലേക്കാണ് വരാറ്. സ്റ്റാർട്ടിങ്ങിൽ കുഴപ്പമുണ്ടാവില്ല, പിന്നെ പോകെ പോകെ സൗണ്ട് അടഞ്ഞ് തീരെ പാടാൻ പറ്റാത്തൊരു ഇതിലേക്കാണ് വരുന്നത്. നിങ്ങളുടെ ജോലി എന്താണെന്ന് കൂടെ ഒന്ന് പറയാമോ? ടീച്ചിങ് എന്തെങ്കിലും ആണോ? ശബ്ദം എക്സ്റ്റെൻസീവായിട്ട് ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്ന ആളാണോ? യെസ്, ഒരുപാട് സംസാരിക്കുന്നതാണ്. കാരണം നെറ്റ്വർക്ക് മേഖലയിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സംസാരിക്കും. ഒരാളെ കൺവിൻസ് ചെയ്യുക പറഞ്ഞാൽ അത്രത്തോളം സംസാരിച്ചിട്ട് അവരെ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നൊരു ഇതാണ് എൻ്റെ ബിസിനസ് പറയുന്നത്. നമ്മുടെ തൊണ്ട അത്രത്തോളം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിനാവശ്യമായ റെസ്റ്റും കൊടുക്കുക. എത്രത്തോളം സംസാരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വോയിസ് റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. ആവശ്യമായ വോയിസ് റെസ്റ്റ് എടുക്കുക. വൺസ് ഇൻ എ വീക്കെങ്കിലും ഒരു ഹാഫ് ഡേ ഒന്നും സംസാരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ശരിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളം കുടിക്കുക, വാം വാട്ടർ കുടിക്കുക. അതിനെ ഒന്ന് കെയർ ചെയ്യുക. നമ്മൾ ഈ ശബ്ദം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിങ്ങളുടെ പലർക്കും അതെ ശബ്ദം കൊണ്ടാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ് ആകട്ടെ ജോലിയാകട്ടെ എല്ലാം ശബ്ദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയും നമ്മൾ ശബ്ദം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കെയർ ചെയ്ത് തന്നെ ആകണം. സാർ, ഈ ഒരു പ്രോബ്ലംസൊക്കെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ മാറി കിട്ടില്ലേ? 1 month ട്രെയിനിങ് തീർച്ചയായിട്ടും നിങ്ങളിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നിങ്ങളുടെ ശബ്ദത്തെക്കുറിച്ചുള്ള അപ്രോച്ചിൽ തന്നെ, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ട് എടുക്കാനും ശബ്ദം സംരക്ഷിക്കാനും, പിന്നെ സിംഗിങ്ങുമായി ബന്ധപ്പെട്ടവർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അവരുടെ ത്രോട്ട് മസിൽസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു ചേഞ്ച് ഉണ്ടാകും. പിന്നെ 1 month ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തത് കൊണ്ടായില്ല, ഒരു ലൈഫ് സ്റ്റൈലാണ്. ഡെയിലി ഒരു 20 minutes എങ്കിലും അതിൽ എക്സസൈസുകൾ ചെയ്യുക. ഞാനുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഇന്ന് ഏതാ ലെസൺ ചെയ്തത്, എത്രത്തോളം പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ വളരെ ഡിസ്കസ് ചെയ്ത് അതിനകത്തുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി നമ്മൾ ഇമ്പ്രൂവ് ചെയ്തായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി എടുക്കാൻ സാധിക്കുമെങ്കിൽ, ഒരു 20 minutes അതിനുവേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സർ, സൗണ്ട് ക്ലിയർ ആവാൻ നമ്മൾ തീരെ മാറ്റി വെക്കേണ്ട ഏതെങ്കിലും ഭക്ഷണമുണ്ടോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. തീരെ മാറ്റി വയ്ക്കേണ്ടുന്ന ഭക്ഷണം ഞാൻ പറയും അതെല്ലാം പേഴ്സണൽ ഇതാണ്. ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ പ്രകൃതം വ്യത്യസ്തമാണ്. ചില ഭക്ഷണം ചിലർക്ക് ശരീരക്കൂറ എന്നൊക്കെ പറയില്ലേ, ചിലർക്ക് ചില ഭക്ഷണം കഫം ഒരുപാട് ജനറേറ്റ് ചെയ്യും, എന്നാൽ ചിലർക്ക് അങ്ങനെ ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ ഉത്തരം പറയാൻ വളരെ ഡിഫിക്കൽട്ടാണെന്ന് തന്നെ പറയാം. ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ പ്രകൃതം അനുസരിച്ച് അതിനകത്ത് വ്യത്യാസങ്ങളുണ്ടാകും. ഇനി സിംഗേഴ്സിൽ തന്നെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, ഈവൻ തണുത്ത വെള്ളം, ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കുന്ന പാട്ടുകാരെ എനിക്കറിയാം. സ്മോക്ക് ചെയ്യുന്നവർ, പാട്ട് പാടുന്ന പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് സ്മോക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇതെല്ലാം ഒന്ന് തൊട്ടാൽ തന്നെ, ഈവൻ തണുത്ത വെള്ളമൊക്കെ കുടിച്ചാൽ തന്നെ ശബ്ദം പെട്ടെന്ന് ബുദ്ധിമുട്ടിലാകുന്നവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീരെ മാറ്റിവെക്കേണ്ടുന്ന ഭക്ഷണം എന്ന് പറയാൻ നമുക്കങ്ങനെ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതെന്താ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണം, നിങ്ങൾക്കിപ്പോൾ കഫത്തിൻ്റെ പ്രശ്നമോ ശബ്ദത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഞാൻ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ്, ഭക്ഷണ രീതി എങ്ങനെയാണ്, അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തി അവരവർ ഒരു ഡിസിപ്ലിൻഡ് ആയാൽ മാത്രമേ അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാകൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ 1 hour ക്ലാസ്സിൻ്റെ വാലിഡിറ്റി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് 10 ദിവസമായിട്ട് ലിമിറ്റ് ചെയ്തിരുന്നു. കാരണം അത് ആരും പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് ഒരു മടി കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴ് ആ ഒരു ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 10 ദിവസം മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ പലർക്കും അത് അന്ന് കാണാൻ പറ്റാതിരുന്നു, അല്ലെങ്കിൽ തിരക്ക് കാരണം ബുദ്ധിമുട്ടായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് ലിമിറ്റ് ചെയ്യുന്നില്ല. വീണ്ടും നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ആ ക്ലാസ് കാണണമെങ്കിലും കാണാം. ആരെങ്കിലും അത് കാണാനായിട്ട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് 1 hour ക്ലാസ് ആദ്യം അറ്റൻഡ് ചെയ്യുക.
സാർ ഞാൻ എല്ലാ മെസ്സേജൊന്നും വായിച്ചിട്ടില്ല. പിന്നെ ഞാൻ 1 hour ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ പിന്നെ നമ്മളെ ക്യാഷ് എങ്ങനെ എടുക്കേണ്ട കാര്യം ഒന്ന് പറയണം. പിന്നെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഞാനൊരു സിംഗറാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പം നമുക്ക് ഒരു സംഗതിയിൽ പറയില്ലേ, സംഗതി എന്നൊരു ഫ്രീ ആയിട്ട് വരുന്നില്ല. ശരിക്കും ഭയങ്കരമായിട്ട് സ്ട്രെയിൻ വരുന്നുണ്ട്. പിച്ച് പ്രശ്നമില്ല, മേലെ പാടുമ്പോൾ, പക്ഷേ ഈ സ്ട്രെയിൻ പ്രശ്നമുണ്ട്. പിന്നെ സംഗതി അങ്ങനെ പാടുന്നതെല്ലാം ഒരു കൂളായിട്ട് വരുന്നില്ല അത്. അപ്പോൾ അതിനുവേണ്ടി പിന്നെ ഞാൻ ഇപ്പം ക്യാഷ് എടുക്കേണ്ട കാര്യങ്ങളും പിന്നെ അതിൻ്റെ വിശദമായിട്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരില്ലേ? ഓക്കെ, സംഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? സംഗതി എന്ന് പറഞ്ഞാൽ ഓർണമെന്റ്സ് എന്ന് പറയല്ലേ. അതായത് ഒരു പാട്ട് നമ്മൾ പാടുന്നു, പക്ഷെ അതിന് ചില അലങ്കാരങ്ങൾ ചെയ്ത് അതിനെ ഭംഗിയാക്കാനായിട്ടുള്ള കാര്യമാണ് ഈ സംഗതി എന്ന് പറയുന്നത്. അപ്പൊ അതിന് തൊണ്ട വഴക്കമുണ്ടാകണം. ഈ ശരീരം കൊണ്ട് നമ്മൾ അഭ്യാസം ചെയ്യുന്ന, അല്ലെങ്കിൽ കളരിപ്പയറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മെയ് വഴക്കം എന്ന് പറയില്ലേ. അപ്പൊ അതുപോലെ സംഗതികൾ വരാനായിട്ട് നമ്മുടെ തൊണ്ട വഴക്കി എടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് സ്യൂട്ടബിളായിട്ട് തൊണ്ടയെ പരുവപ്പെടുത്തി പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതില് തീർച്ചയായിട്ടും നമ്മുടെ ഈ എക്സസൈസുകൾ വലിയൊരു ഹെൽപ്ഫുൾ തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് അതിൽ എക്സസൈസുകൾ ചെയ്തു പോകുമ്പോൾ ആ ഒരു സിംഗിങ് കപ്പാസിറ്റി, ത്രോട്ട് മസിൽസിനെയൊക്കെ ഒരു സ്ട്രെങ്തൻ ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ആ ഒരു വഴക്കം ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് മാത്രം പോരാ, ആ എക്സസൈസുകൾ ചെയ്തിട്ട് നിങ്ങളുടെ സംഗതികൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഏത് മേഖലയിലാണോ, ഇപ്പോൾ വോക്കൽ കെയർ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഗസലാണെങ്കിൽ ഗസല്, മാപ്പിളപ്പാട്ടാണെങ്കിൽ മാപ്പിളപ്പാട്ട്, അതുപോലെ ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിൽ, കർണാട്ടിക് മ്യൂസിക് ആണെങ്കിൽ, അത് ഏത് മേഖലയിലേക്കും പോകാം. പക്ഷെ ആ സിംഗിങ് കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ തൊണ്ടയ്ക്ക് ഈ ഒരു എക്സസൈസ് തരും. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ അയക്കാം. ഗുഡ് മോർണിംഗ് സാർ. എനിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പാട്ട് പാടാൻ തുടങ്ങുമ്പോൾ തന്നെ തൊണ്ടയിൽ ഒരു കഫം നിറയും പോലെ തോന്നുകയാണ്. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ വരി എത്തുമ്പോൾ റെഡി ആവുന്നുണ്ട്. എന്താ പ്രശ്നം എന്നുള്ള അറിയില്ല. സാറൊന്ന് ഉത്തരം പറയണേ. പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ കഫത്തിന്റെ പ്രശ്നം. ഞാൻ മുൻപിലൊരു വോയിസ് മെസ്സേജിൽ റിപ്ലൈ ഇട്ടതുപോലെ കഫം ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഇത് കൊണ്ടാകാം, അല്ലെങ്കിൽ അലർജി കൊണ്ടിട്ടാകാം. അപ്പൊ എന്താണ് അതിന്റെ റീസൺ എന്ന്, നിങ്ങളുടേതായ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുക. എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിന് മെഡിസിൻ എടുക്കേണ്ടതാണെങ്കിൽ എടുക്കുക, അത് കുറച്ചു കൊണ്ടുവരിക. അത് മാത്രമേ നമുക്ക് ഒരു പെർമനന്റ് ആയിട്ട് അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ അത് ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു ഏരിയയും കൂടെ ഫോക്കസ് ചെയ്യുമ്പോൾ, ട്രെയിനിങ് ഏരിയയും കൂടെ ഫോക്കസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഹലോ ലുക്മാൻ, 1 monthന്റെ നോർമൽ ഫീസ് എന്ന് പറയുന്നത് 8,000 ആണ്. പക്ഷെ വെബിനാർ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊരു 50% ഓഫർ 3,999 കോഴ്സ് ആക്സസ് ചെയ്യാം. ഇപ്പോൾ ഒരു പ്രത്യേകതയുള്ളത് ന്യൂ ഇയർ ഓഫറുണ്ട്. അത് 2,100 രൂപയ്ക്ക് കംപ്ലീറ്റ് ട്രെയിനിങ്ങും പർച്ചേസ് ചെയ്യാം വിത്ത് ലൈഫ് ടൈം വാലിഡിറ്റി. എല്ലാ ഫീച്ചേഴ്സുമായിട്ട് നിങ്ങൾക്ക് 2,100 ആ കോഴ്സ് ആക്സസ് ചെയ്യാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഇന്നത്തെ ഡിസ്കഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക. ഒരുമിച്ച് നമുക്ക് ആ ഒരു നോളജ് ഷെയർ ചെയ്യാം. അപ്പോൾ ഒരു നോളജ് ഷെയറിങ് കമ്മ്യൂണിറ്റി ആയിട്ട് പരസ്പരം നിങ്ങളുടെ അറിവും ഒക്കെ പങ്കുവെക്കുക. ചോദ്യങ്ങൾ ചോദിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ പറയുക. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. പലരും എന്നെ ഈ ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലരും 1 hour ക്ലാസ് പർച്ചേസ് ചെയ്തുവെങ്കിലും അവർ ഒരു സ്റ്റെപ്പ് പോലും ആക്ഷൻ എടുത്തിട്ടില്ല. അത് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയോ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവർ അറിയിച്ചിട്ടില്ല. ജസ്റ്റ് പേയ്മെന്റ് ചെയ്ത് അവരങ്ങ് വിട്ടേക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഡ്രോപ്പ് ചെയ്ത പലർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഈ ഒരു ഗ്രൂപ്പിലൂടെ കിട്ടിയതിൽ വളരെ സന്തോഷം. അപ്പോൾ പലരും റീകണക്ട് ചെയ്യാനും ഇത് ഡ്രോപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യാനൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഗ്രൂപ്പിലെ ഡിസ്കഷൻസ് മാറി എന്നുള്ളതിൽ വളരെ സന്തോഷം. അപ്പോൾ വീണ്ടും അടുത്തൊരു തവണ നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഈ ഗ്രൂപ്പ് ഓപ്പൺ ആക്കാം, ചർച്ചയിൽ പങ്കെടുക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.